Hello everyone, welcome back to Silent Learning. It's me Akshay, your biology faculty. So നമ്മുടെ 7 CBSEയിൽ നിങ്ങൾ ഇപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ഓഫ് ദ ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ്. ലൈഫ് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഒരു ചെറിയൊരു കെമിസ്ട്രി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സോ ഇതാണ് ആ കെമിസ്ട്രി. നിങ്ങൾ ഇവിടെ 2 ടെസ്റ്റ് ട്യൂബ് കാണുന്നു. You can see 2 test tube. This is the first test tube. Okay, and this test tube is filled with lime water. Test tube is filled with clear lime water, and chemically lime water is calcium hydroxide. Calcium hydroxide, of course. This is lime water. And when we blow carbon dioxide gas, to the lime water, calcium hydroxide, you can see that the clear lime water, it will become milky. പാൽ നിറമായി മാറും. എന്തായി മാറും? പാൽ നിറമായി മാറും. അവിടെ കെമിക്കലി നോക്കുകയാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത് കാൽസ്യം കാർബോണേറ്റ് ആയി മാറുന്നു. സോ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്. ലൈം വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്താൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ലൈം വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് മിൽക്കി. ക്ലിയർ? ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഈ ഒരു ഐഡിയ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. I want everybody of you to memorize this concept. Moving forward, നമുക്ക് ആദ്യം എക്സ്പെരിമെന്റിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആക്ച്വലി പ്ലാന്റ്സിന്റെ റെസ്പിറേഷനിലൂടെ പുറത്തേക്ക് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ബേസിക്കലി ഈ ഒരു എക്സ്പെരിമെന്റ്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് മൂൺ ബീൻ സീഡ്സ്. ഏതെങ്കിലും ഒരു സീഡ് എടുത്താൽ മതി. ചെറുപയറോ പമ്പയറോ ഏതെങ്കിലും ഒരു സീഡ് എടുക്കാം. ആ സീഡിനെ വെള്ളത്തിൽ കുതിർക്കുക. സോക്ക് എന്ന് പറഞ്ഞാൽ കുതിർക്കുക. വെള്ളത്തിൽ ഓവർനൈറ്റ്, രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കുക. നമ്മളെ വീടുകളിൽ നമ്മുടെ അമ്മമാര് ചെയ്യാറുള്ള കാര്യം തന്നെയാണിത്. എന്ത്? കടല, വൻപയർ, തുവര തുടങ്ങിയ ധാന്യങ്ങളെ വെള്ളത്തിൽ കുതിർത്തു വെക്കുന്നത്. അതാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? പുട്ട് എ ലെയർ ഓഫ് കോട്ടൺ ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. എന്താ കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ? ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പില് ഈ കാണുന്ന ചില്ലുകൊണ്ട് നിർമ്മിതമായ ഈ പാത്രത്തെയാണ് കോണിക്കൽ ഫ്ലാസ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ ബേസ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അതൊരു ഐസ്ക്രീമിന്റെ കോണ് പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ കോണിക്കൽ ഫ്ലാസ്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ കോണിക്കൽ ഫ്ലാസ്കില് കോട്ടൺ, പഞ്ഞി നമ്മൾ എന്ത് ചെയ്യുക? നിറക്കുക ബേസിൽ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. ആദ്യം പഞ്ഞി വെക്കുക, വെള്ളം നനച്ചു കൊടുക്കുക. വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ മോയിസ്റ്റ് ആവും, നനയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം മക്കളെ? അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത സീഡ്സ് ഉണ്ടല്ലോ, ആ സോക്ക് ചെയ്ത സീഡ്സ് ആ വെറ്റ് കോട്ടന്റെ മുകളിൽ വെച്ചു കൊടുക്കണം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ? നമുക്ക് ഇവിടെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. ആ കോണിക്കൽ ഫ്ലാസ്കിന്റെ അടിവശത്തായിട്ട് നമ്മൾ എന്ത് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പഞ്ഞി, കോട്ടൺ. കണ്ടോ? പഞ്ഞി, പരുത്തി കോട്ടൺ വെച്ചു കൊടുക്കണം. ഓക്കെ, ആ കോട്ടൺ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ സീഡ്സ് സോക്ക് ചെയ്ത, ഓക്കെ, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത നമ്മൾ ആ സീഡ്സിനെ നമ്മൾ അതിൽ വെക്കണം. ആ സീഡ്സിന് വെള്ളം എയറൊക്കെ കിട്ടുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്യും, മുളക്കും. വിത്ത് മുളക്കുന്നതിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിത്ത് ഇവിടുന്ന് മുളച്ചു. റെഡി? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. കവർ ദ മൗത്ത് ഓഫ് ദി കോണിക്കൽ ഫ്ലാസ്ക് വിത്ത് എ കോർക്ക് ഹാവിംഗ് 2 ഹോൾസ്. അപ്പൊ നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് നമ്മൾ സീഡ്സ് വെച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ മൗത്ത്, ഇതാണ് മൗത്ത് ഓഫ് ദ കോണിക്കൽ ഫ്ലാസ്ക്. മൗത്ത് ഓഫ് ദി കോണിക്കൽ ഫ്ലാസ്ക്, കോണിക്കൽ ഫ്ലാസ്കിന്റെ വായ, മൗത്ത് ഓഫ് ദി
കോണിക്കൽ ഫ്ലാസ്ക്. മൗത്ത് ഓഫ് ദി കോണിക്കൽ ഫ്ലാസ്ക്. ആ മൗത്ത് ഓഫ് ദ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ കോർക്ക് വെക്കണം, ഒരു അടപ്പ് കോർക്ക്. എന്നാൽ ആ കോർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ കോർക്കിൽ 2 ഹോൾസ് ഉണ്ട്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ കോർക്ക്. ഇതാണ് നമ്മുടെ കോർക്ക്. അപ്പൊ കോർക്കിന് ഇവിടെ എത്ര ഹോൾ ഉണ്ട്? 2 ഹോൾ ഉണ്ട്. 1 ആൻഡ് ദിസ് ഇസ് 2. ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിറ്റ് 2 ട്യൂബ്സ് എ ആൻഡ് ബി, 2 ട്യൂബ് എ ആൻഡ് ബി ത്രൂ ദ 2 ഹോൾസ് ഓൺ ദി കോർക്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ ഫിഗറിൽ കാണുന്നത് പോലെ നോക്കിക്കേ, ഫിഗറിൽ കാണുന്നത് പോലെ 1ലും 2ലും നമ്മൾ ട്യൂബ് വെക്കണം. ഒരു ട്യൂബ്, ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഗ്ലാസ് ട്യൂബ്സ് ആണ്. ഗ്ലാസ് ട്യൂബ്സ്. അപ്പൊ 1ലും അതുപോലെ തന്നെ 2ലും നമ്മൾ ഗ്ലാസ് ട്യൂബ്സ് നോക്കണം. ഇതും തന്നെയാണ്, ഇതും ഗ്ലാസ് ട്യൂബ് തന്നെയാണ്. ഗ്ലാസ് ട്യൂബ്. അപ്പൊ ഗ്ലാസ് ട്യൂബ് നമ്മൾ ഫിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഗ്ലാസ് ട്യൂബ് എ ആൻഡ് ദിസ് ഈസ് ഗ്ലാസ് ട്യൂബ് ബി. 2 ഗ്ലാസ് ട്യൂബ് നമ്മൾ അവിടെ വെച്ചു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഫിൽ ദം വിത്ത് ലൈം വാട്ടർ. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. Say here is the 2 test tube. This is the first test tube and this is the second test tube. Both of these test tube is filled with lime water, calcium hydroxide. രണ്ടിലും എന്തുണ്ട്? ലൈം വാട്ടർ നിറച്ചിരിക്കുകയാണ്. രണ്ടിലും അക്വസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ചിരിക്കുകയാണ്, ലൈം വാട്ടർ നിറച്ചിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? Cover the mouth of 1 test tube with a cork having 1 hole in it. അതിൽ ഒരു ടെസ്റ്റ് ട്യൂബ്, 2 ടെസ്റ്റ് ട്യൂബ് നമ്മുടെ കയ്യിലുണ്ട്. ടെസ്റ്റ് ട്യൂബ് 1 ആൻഡ് ടെസ്റ്റ് ട്യൂബ് 2. അതിൽ ടെസ്റ്റ് ട്യൂബ് 1ല് വാട്ട് വി ആർ ഡൂയിങ്, ഇവിടെ നമ്മളൊരു കോർക്ക് വെച്ച് അടച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടുത്തെ കോർക്കിന് ഒരു ഹോള് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കോർക്കിന് 2 ഹോൾ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കോർക്കിന് ഒരു ഹോളാണ് അവിടെ ഉള്ളത്. ക്ലിയർ അല്ലേ? യെസ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും നന്നായി ശ്രദ്ധിക്കണമേ. ഡിപ്പ് 1 ഗ്ലാസ് ട്യൂബ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ത്രൂ ഹോൾ ഇൻ ദ കോർക്ക്. അപ്പൊ ഈ കോർക്ക് നമുക്കറിയാം, ഇവിടെ ഒരു കോർക്ക് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ഇവിടെ ഒരു കോർക്ക് ഉണ്ട് അല്ലെ? ആ കോർക്കിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലൂടെ ഒരു ഗ്ലാസ്, കണ്ടാ, ഒരു ഗ്ലാസ് ട്യൂബ്, ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ട്യൂബ് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗ്ലാസ് ട്യൂബ് അതിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റെഡി? Yes. Connect the flask and test tube with a rubber pipe as shown in the figure. ഇനി അടുത്ത ലക്ഷ്യം എന്താ? അടുത്ത എയിം എന്താ? ഇവിടുത്തെ ഈ ഗ്ലാസ് ട്യൂബും ഇവിടുത്തെ ഈ ഗ്ലാസ് ട്യൂബും തമ്മിൽ ഒരു റബ്ബർ പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്യണം. എന്തൊക്കെ കണക്ട് ചെയ്യണം? കോണിക്കൽ ഫ്ലാസ്കിലെ ട്യൂബും അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിലെ ഈ ട്യൂബും തമ്മിൽ ഒരു റബ്ബർ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ കണക്ട് ചെയ്തു? കോണിക്കൽ ഫ്ലാസ്കിലെ ഈ ട്യൂബും ഇവിടെ ടെസ്റ്റ് ട്യൂബിലെ ഈ ട്യൂബും തമ്മിൽ നമ്മൾ എന്ത് വെച്ച് കണക്ട് ചെയ്തു? ഒരു റബ്ബർ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തു. ഹിയർ വി ആർ കണക്ടിങ് the conical flask tube inside the conical flask with the tube inside the test tube using a rubber pipe. ക്ലിയർ അല്ലേ? ഇനി എന്താ സംഭവിക്കുക? ഇവിടെ എന്താ സംഭവിക്കുക? നമുക്ക് ഇതാണല്ലോ നോക്കേണ്ടത്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സോ ഇവിടെ ജെർമിനേറ്റിംഗ് സീഡ്സ് ആണുള്ളത്. ജെർമിനേറ്റിംഗ് സീഡ്. അപ്പൊ ജെർമിനേറ്റിംഗ് സീഡ് എയർ ഉപയോഗിച്ചുകൊണ്ട് റെസ്പയർ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിലൂടെ കടന്ന് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ വന്ന് ലൈം വാട്ടർ ഉണ്ട്. ഇവിടെ ലൈം വാട്ടറിൽ ആക്ട് ചെയ്യും. സോ ലൈം വാട്ടറിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം. ലൈം വാട്ടറിൽ ആക്ട് ചെയ്താൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി, അത് പാൽ നിറമായി മാറും അല്ലേ? ആ ലൈം വാട്ടർ കൺവേർട്ട് ചെയ്ത് കാൽസ്യം കാർബണേറ്റ് ആയി മാറി മിൽക്കി ആയിട്ട് മാറും. എന്നാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല. ഇവിടെ ലൈം വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, ഇവിടെയാണ് നമുക്ക് ആ കണക്ഷൻ വരുന്നത്. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തത് ലൈം വാട്ടറിലേക്ക് മിക്സ് ആകുമ്പോൾ ഇറ്റ് ടേൺഡ് മിൽക്കി. അതാണ് ഇവിടുത്തെ ആശയം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കമ്പയർ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ആൻഡ് എക്സ്പ്ലനേഷൻ. സോ ദിസ് ഈസ് ആക്ച്വലി സീഡ് റെസ്പിറേഷൻ എക്സ്പെരിമെന്റ്.
സീഡ് ജെർമിനേറ്റ് ചെയ്തു, അതിന് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ റിസൾട്ടായി കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. The end product of respiration is carbon dioxide. That is what we are proving through this experiment. So നോക്കിക്കോ, when we compare both the test tube, so we are just comparing both the test tube, we observe that lime water turned milky only in the test tube connected to the flask. See, we have got two test tube here, test tube 1 and test tube 2. Both are filled with the lime water, no doubt in that. But the thing is that only the first test tube is connected to the conical flask through rubber tube or rubber pipe. The second one is not in contact with the conical flask. So only lime water present in the test tube 1 turns milky, but second test tube which contains lime water will be remaining intact. It will not undergo any sort of change. But test tube 1, the lime water present in test tube 1 turns milky. That is what is the observation. Okay, while no change occur in the other test tube. And what might be the reason for this? Already I have explained you. Lime water turned milky due to the presence of carbon dioxide. Always understand, once carbon dioxide is passed to lime water, it turns milky because of the conversion of calcium hydroxide to calcium carbonate. So ഇവിടെ calcium carbonate ആയി മാറുമ്പോഴാണ് milky ആയി മാറുന്നത്. Although air naturally contains small amount of carbon dioxide, flask contain germinating seed which produce additional carbon dioxide during respiration. So in the first case, ഞാൻ പറഞ്ഞു conical flask in the carbon dioxide അങ്ങോട്ട് പോകും. But in second case, atmosphere is contact with the lime water. ഇവിടെ cork ഒന്നും fit ചെയ്തിട്ടില്ല. That means atmosphere air is coming in contact with lime water. And the thing is that atmospheric air carbon dioxide ഉണ്ട്. But the percentage is very, very less. It is nearly 0.04%. Very less. അതുകൊണ്ട് തന്നെ വലിയ എഫക്ട് നമുക്ക് ഇവിടെ ഈ ലൈം വാട്ടറിൽ കാണില്ല. ബട്ട് ഇവിടെ ജെർമിനേറ്റിംഗ് സീഡ് പ്രൊഡ്യൂസസ് മോർ കാർബൺ ഡയോക്സൈഡ്. More carbon dioxide means more likely to get milky. Here lesser carbon dioxide only. Atmospheric air is coming in contact with the lime water present in test tube B or test tube 2. There what happened? Atmospheric air contains only less carbon dioxide. വളരെ കുറഞ്ഞ കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ. മിൽക്കി ആവാൻ വേണ്ടിയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് അവിടെ ഇല്ല. ഓക്കെ, ഇതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് വരുന്നത് ഫ്ലാസ്കിൽ. ദ സീഡ്സ് ഇൻ ദ ഫ്ലാസ്ക് റെസ്പയർ, തീർച്ചയായിട്ടും റെസ്പയർ ചെയ്യും. ജെർമിനേറ്റിംഗ് സീഡ് റെസ്പയർ ചെയ്യുന്നു. ഡ്യൂറിംഗ് റെസ്പിറേഷൻ ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ. എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് തന്നെ എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ഇങ്ങനെയാണ് പ്രോസസ് സംഭവിക്കുക. ഗ്ലൂക്കോസ് ഓക്സിജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ ഉണ്ടാവുന്നത് തന്നെ എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയും. ഇതാണ് ആക്ച്വലി റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഓക്സിജന്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു, വാട്ടർ കിട്ടുന്നു, എനർജി. ആൻഡ് ദിസ് കാർബൺ ഡയോക്സൈഡ് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ കൺവേർഷൻ ഓഫ് ലൈം വാട്ടർ ടു മിൽക്കി. ലൈം വാട്ടർ മിൽക്കി ആവാൻ കാരണം ദിസ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ releasing carbon dioxide, water and energy. The carbon dioxide released passes into the connected test tube causing lime water to turn milky. Reaction, respiration reaction ആണ്. Glucose plus oxygen give CO2 carbon dioxide plus water plus energy. And ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം. Whenever you hear the term respiration, എപ്പോഴെങ്കിലും നിങ്ങൾ റെസ്പിറേഷൻ എന്ന വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി. സോ അവർ ബോഡി റിക്വയർ ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് എനർജി ടു ഡു വേരിയസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. വി ആർ പെർഫോമിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. സോ ഇൻ ഓർഡർ ടു പെർഫോം ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി വി നീഡ് എനർജി. ആൻഡ് ദി എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സെൽ. And the breakdown of glucose in the cell to release energy, the process is referred to as respiration. So in short, we can say that respiration is the biological process whereby which we get energy by the release of energy by breaking down of glucose. So അവിടെ actually respiration എന്ന് പറയുമ്പോൾ release of energy ആണ്. അവിടെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നു, ഓക്സിജനെ യൂസ് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ക്ലിയർ? ആൻഡ് വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? നമുക്കൊരു കൺക്ലൂഷൻ വേണം. Here we are actually doing an experiment. So explaining an activity, it should need some conclusion. What is the conclusion? The energy released during respiration is used by plants for growth and development. All part of the plant
where green or non-green carry out respiration. എല്ലാ ഭാഗവും റെസ്പയർ ചെയ്യുന്നുണ്ട്. Thus plant have different mechanism for synthesizing, transporting and utilizing food to obtain energy. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ചുരുങ്ങിയ സമയത്തിൽ ഞാൻ വളരെ കൃത്യമായി ഒരു എക്സ്പെരിമെന്റ്, ഒരു ആക്ടിവിറ്റി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സീഡ്സ് റെസ്പയർ ചെയ്യുന്നു എന്നതിന്റെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ ഒന്നുമില്ല, റെസ്പിറേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനെ മിൽക്കി ആക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ റെസ്പയർ ചെയ്യുമ്പോഴും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈം വാട്ടർ നമുക്ക് മിൽക്കി ആക്കാൻ വേണ്ടി പറ്റും. നമ്മൾ റെസ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എക്സൈൽഡ് എയറിലും ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് ആ ടെസ്റ്റ് ട്യൂബ് ഇപ്പോൾ നിങ്ങൾ ലൈം വാട്ടർ നിറച്ചിരിക്കാന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ I have a test tube in my hand which is filled with lime water. It's clear now, okay? ഞാനൊരു ട്യൂബിലൂടെ when I exhale ഞാൻ അങ്ങോട്ടേക്ക് ഊതി കൊടുക്കുകയാണ്. ഈ ലൈം വാട്ടർ പതുക്കെ മിൽക്കി ആയിട്ട് മാറും. ബിക്കോസ് എക്സൈൽഡ് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ എക്സൈൽ ചെയ്യുന്ന എയറിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നുള്ള ഒരു എക്സ്പെരിമെന്റ്. എനിവേ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ കമന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ കമന്റ്സ് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിക്കുക. മറ്റൊരു അവസരത്തിൽ, മറ്റൊരു സാഹചര്യത്തിൽ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.